പിനാക്കൽ അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് +1 കെമിസ്ട്രിയിലെ ഓർഗാനിക് കെമിസ്ട്രിയാണ്. അതിൻ്റെ അകത്ത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കോമ്പൗണ്ട്സ്, ഒരു ഓർഗാനിക് കോമ്പൗണ്ട്സ് തന്നിരിക്കും. അതിൻ്റെ അകത്ത് എത്ര ഗ്രാം അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി കാർബൺ ഉണ്ടെന്ന്, അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ഹൈഡ്രജൻ ഉണ്ടെന്ന്, അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി നൈട്രജൻ ഉണ്ടെന്നൊക്കെ എന്ത് ചെയ്യും, നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യും. അതിന് പറയുന്ന പേരെന്താ? ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. ഓക്കെ അല്ലേ? എത്ര പെർസെൻറ്റേജ് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആറ്റം അടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരെന്താ? ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. ഓക്കെ അല്ലേ? അത് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗാനിക് കോമ്പൗണ്ട്സിനകത്തുള്ള കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ക്വാണ്ടിറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? എസ്റ്റിമേറ്റ് ചെയ്യാൻ പോകുന്നത്. കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും നോക്കണം. നമുക്ക് എന്ത് ചെയ്യുന്നറിയാമോ? തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ത് ചെയ്യുന്നറിയാമോ? പക്കയായിട്ട് നമ്മൾ മെഷർ ചെയ്യണം. മെഷർ ചെയ്ത് എത്ര ഗ്രാം ഉണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ മാസ് നമ്മൾ എഴുതി വെച്ചേക്കണം. അതാണ് പറഞ്ഞത് എന്താ? നോ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ബേൺഡ് ഇൻ ദ പ്രസൻസ് ഓഫ് എക്സസ് ഓഫ് ഓക്സിജൻ കോപ്പർ ഓക്സൈഡ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സ് നമ്മൾ എന്ത് ചെയ്യും? കോപ്പർ ഓക്സൈഡുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഹീറ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ അല്ലേ? ഹീറ്റ് ചെയ്യാൻ നേരത്ത് എന്ത് ചെയ്യാമെന്നറിയാമോ? ആ ഓർഗാനിക് കോമ്പൗണ്ട്സിനകത്തുള്ള കാർബൺ അല്ലേ, ഒരു ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇപ്പോൾ CH4 ആണെങ്കിൽ ആ ഓർഗാനിക് കോമ്പൗണ്ട്സിനകത്തുള്ള കാർബണും ഈ കോപ്പർ ഓക്സൈഡും കൂടെ റിയാക്ട് ചെയ്ത് നോക്കിയേ. കാർബണും കോപ്പർ ഓക്സൈഡും കൂടെ റിയാക്ട് ചെയ്ത് എന്തായിട്ട് മാറും? കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറും. ഓക്കെ അല്ലേ? അങ്ങനെ എന്ത് ചെയ്യും? ലിബറേറ്റ് ചെയ്യും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഹൈഡ്രജനും കാണുമല്ലോ. ആ ഹൈഡ്രജൻ എന്തുമായിട്ട് റിയാക്ട് ചെയ്യും? കോപ്പർ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് H2O ഫോം ചെയ്യും, വാട്ടറും ഫോം ചെയ്യും. ഓക്കെ അല്ലേ? അതിന് എന്ത് ചെയ്യുന്നറിയാമോ? നമുക്ക് കിട്ടിയേക്കുന്ന എന്താ നോക്കിയേ? കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ വാട്ടറും ഉണ്ട് അല്ലേ? ഒരു മിക്സറാണല്ലേ? നോക്കിക്കോണം. ഞാനാണെങ്കിൽ ഈ ഒരു ട്യൂബിനകത്തിട്ട് എന്ത് ചെയ്തു? ഓർഗാനിക് കോമ്പൗണ്ട്സും അതുപോലെ തന്നെ നമ്മുടെ കോപ്പർ ഓക്സൈഡും കൂടെ എന്ത് ചെയ്തു? ഹീറ്റ് ചെയ്തു അല്ലേ? ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞ അനുസരിച്ച് എന്തൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡും പ്രൊഡ്യൂസ് ചെയ്യും, അതുപോലെ തന്നെ വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ? വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ അത്രയും പഠിച്ചു. ഇനി എന്ത് ചെയ്യുന്നറിയാമോ? ഈ മിക്സർ, ഈ സാധനം നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു ട്യൂബിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യും? പാസ് ചെയ്യിപ്പിക്കും. ഒരു യു ഷേപ്പിലുള്ള ട്യൂബിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യും? പാസ് ചെയ്യിപ്പിക്കും. ഇതിൻ്റെ അകത്ത് നിറച്ച് എന്തുവാണെന്നറിയാമോ? കാൽസ്യം ക്ലോറൈഡാണ്. എന്താണ്? കാൽസ്യം ക്ലോറൈഡാണ്. ഓക്കെ അല്ലേ? നമ്മൾ ഇത് പാസ് ചെയ്യുന്ന സമയത്ത് ഈ കാൽസ്യം ക്ലോറൈഡ് എന്ത് ചെയ്യുമെന്നറിയാമോ? അതിൻ്റെ അകത്തുള്ള വാട്ടറിനെ മൊത്തം എന്ത് ചെയ്യും? ഒബ്സർവ് ചെയ്യും, വലിച്ചങ്ങ് എടുക്കും. ഓക്കെ അല്ലേ? ഇപ്പം കാൽസ്യം ക്ലോറൈഡ് ഇപ്പം 1 ഗ്രാം ആണെന്ന് വിചാരിച്ചോ. അപ്പം ഈ മിക്സർ പാസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഭാരം, വെയിറ്റ് എന്ന് പറയുന്നത് 1.1 ഗ്രാമായി. അപ്പോൾ ഈ 0.1 ഗ്രാം എന്തിൻ്റെയാണ്? വാട്ടറിൻ്റെയാണ്. ഓക്കെ അല്ലേ? 0.1 ഗ്രാം എന്താണ്? വാട്ടറിൻ്റെയാണ്. അപ്പോൾ ഈ മിക്സർ പാസ് ചെയ്യുമ്പം എന്ത് ചെയ്യും? കാൽസ്യം ക്ലോറൈഡ് മൊത്തം എന്ത് ചെയ്യും? ഒബ്സർവ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് വാട്ടറിൻ്റെ മാസ് കിട്ടും. ഇനി എന്ത് ചെയ്യുന്നറിയാമോ? ബാക്കി ആര് മാത്രമേ ഉള്ളൂ? കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമേ ഉള്ളൂ. അത് ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? വേറൊരു യൂട്യൂബ് പോലെയുള്ള ഷേപ്പിലുള്ള ഒരു സാധനം എടുക്കും. അതിലെന്ത് ചെയ്യുമെന്നറിയാമോ? KOH പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എടുക്കും. സപ്പോസ് ഇപ്പോൾ അതൊരു 1 ഗ്രാം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എടുത്തു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് മൊത്തം എന്ത് ചെയ്യുമെന്നറിയാമോ? ഇതിലേക്കൂടെ പാസ് ചെയ്യാൻ നേരത്ത് ഈ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ത് ചെയ്യുമെന്നറിയാമോ? അതിനെ മൊത്തം ഒബ്സർവ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ആഫ്റ്റർ ഇത് പാസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ വെയിറ്റ് 1.2 ഗ്രാമായി. എങ്കിൽ ഈ 0.2 ഗ്രാം എന്തിൻ്റെ മാസാണ്? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസും കിട്ടി, അതുപോലെ തന്നെ വാട്ടറിൻ്റെ മാസും കിട്ടി. ഇനി എന്ത് ചെയ്യുന്നത്? ഇനി നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? വാട്ടറിൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും മാസ് കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നറിയാമോ? പെർസെൻറ്റേജ് ഓഫ് കാർബൺ, അതിനകത്ത് കാർബണിൻ്റെ പെർസെൻറ്റേജ് കാണാൻ പോവുകയാണ്. അത്രയേ ഉള്ളൂ. 12 × m2 × 100 / 44 × m. ഈ 12 എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബണിൻ്റെ മാസ് എന്താണ്? അറ്റോമിക് മാസ് നമ്പറാണ്. ഓക്കെ അല്ലേ? മാസ് നമ്പറാണ്. m2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസാണ്. ഓക്കെ അല്ലേ? ഇൻറ്റു 100 / 44 m ആണ്.
44 എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ്സാണ് കേട്ടോ. എം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ മാസ്സാണ്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ ആണ് 2 ഇൻറ്റു M1 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 18 ഇൻറ്റു M. ഈ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജൻ്റെ മാസ് നമ്പറാണ്. M1 എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് ഓഫ് വാട്ടർ ആണ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ 18 എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടറിൻ്റെ മോളിക്കുലാർ മാസ്സാണ്. M എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ മാസ്സാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും എസ്റ്റിമേഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈട്രജൻ്റെ എസ്റ്റിമേഷനാണ്. അപ്പോൾ നൈട്രജൻ എസ്റ്റിമേറ്റ് ചെയ്യാൻ 2 മെത്തേഡ് യൂസ് ചെയ്യാം. ഡൂമാസ് പ്രോസസ്സും അതുപോലെ തന്നെ ജൽദാസ് പ്രോസസ്സും. രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ച കാർബണും ഹൈഡ്രജനും വളരെ ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിലും ഈ ഡൂമാസ് പ്രോസസ്സും അതുപോലെ തന്നെ ജൽദാസ് മെത്തേഡ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? നമുക്ക് ഫസ്റ്റ് നോക്കാം നൈട്രജൻ്റെ എസ്റ്റിമേഷൻ. ഡൂമാസ് മെത്തേഡ്സ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ആദ്യമേ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, നമ്മൾ നൈട്രജൻ അടങ്ങിയ ഓർഗാനിക് കോമ്പൗണ്ട്സ് നമ്മൾ എന്ത് ചെയ്യണം? മെഷർ ചെയ്ത് വെച്ചേക്കണം. അതിൻ്റെ വോളിയം എത്ര ആണെന്ന് നമ്മൾ നോക്കി വെച്ചേക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പക്കയായിട്ട് മെഷർ ചെയ്ത് എടുത്ത് വെക്കും. എന്നിട്ട് അതെന്ത് ചെയ്യുമെന്നറിയാമോ? കോപ്പർ ഓക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? വെച്ച് കഴിഞ്ഞാൽ ഒരു ടെസ്റ്റ് ട്യൂബിനകത്തോട്ട് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ട്യൂബിനകത്തോട്ട് എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ഈ ഓർഗാനിക് കോമ്പൗണ്ട്സ്, നൈട്രജനുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് എടുത്തിട്ട് അതിനകത്ത് എന്തും ആഡ് ചെയ്യും? കോപ്പർ ഓക്സൈഡും കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് അത് ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യാൻ നേരത്ത് എന്ത് ചെയ്യുമെന്നറിയാമോ? ഹീറ്റ് ചെയ്യാൻ നേരത്ത് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, അതുപോലെ തന്നെ ഫ്രീ നൈട്രജൻ ഉണ്ടാവും, അതുപോലെ തന്നെ വാട്ടർ ഉണ്ടാവും. നോക്കിക്കോണം, ഈ ഓർഗാനിക് കോമ്പൗണ്ട്സിനകത്തുള്ള കാർബണും കോപ്പർ ഓക്സൈഡും കൂടെ റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റും. ഓക്കെ അല്ലേ? എന്നിട്ട് ഈ പിന്നെ കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് ഓർഗാനിക് കോമ്പൗണ്ട്സിനകത്തുള്ള ഹൈഡ്രജനും കോപ്പർ ഓക്സൈഡും കൂടെ റിയാക്ട് ചെയ്ത് വാട്ടറും കോപ്പറുമായിട്ട് മാറും. അപ്പോൾ ഇവിടെ നോക്കിയേ, കോപ്പർ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബണുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്തു അല്ലേ? അതുപോലെ തന്നെ ഓർഗാനിക് കോമ്പൗണ്ട്സിലുള്ള ഹൈഡ്രജനുമായിട്ട് കോപ്പർ ഓക്സൈഡ് റിയാക്ട് ചെയ്ത് എന്ത് ചെയ്യും? വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ അല്ലേ? ചില സമയത്ത് ഇഷ്ടംപോലെ നൈട്രജൻ ഉണ്ടായിരിക്കുമല്ലോ. ആ നൈട്രജനും ചിലപ്പോൾ ചില കണ്ടീഷനിൽ എന്ത് ചെയ്യാം? ആ ഉള്ള നൈട്രജനും കോപ്പർ ഓക്സൈഡും കൂടെ റിയാക്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യാം? നൈട്രജൻ്റെ ഓക്സൈഡും ഫോം ചെയ്യാം. നോക്കണം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ കാർബൺ റിയാക്ട് ചെയ്ത് കോപ്പർ ഓക്സൈഡുമായിട്ട് അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്തു. ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് എന്ത് ചെയ്തു? വാട്ടർ ഫോം ചെയ്തു. ചിലപ്പോൾ എന്ത് ചെയ്യാം? നൈട്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് എന്ത് ഫോം ചെയ്യാം? ഫ്രീ നൈട്രജനും ഫോം ചെയ്യും, അതുപോലെ തന്നെ ഓക്സൈഡ് ഓഫ് നൈട്രജനും ഫോം ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഓക്സൈഡ് ഓഫ് നൈട്രജൻ്റെ ഓക്സൈഡ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി? നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് നൈട്രജൻ മാത്രം മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ നൈട്രജനെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ റെഡ് ഹോട്ടായിട്ടുള്ള കോപ്പർ ട്യൂബിൽ കൂടെ പാസ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ നമുക്ക് കിട്ടിയേക്കുന്ന ഈ കാർബൺ ഡൈ ഓക്സൈഡിനെയും അതുപോലെ തന്നെ നൈട്രജൻ്റെ ഓക്സൈഡിനെയൊക്കെ എന്ത് ചെയ്യുമെന്നറിയാമോ? ഒരു കോപ്പർ ട്യൂബ്, റെഡ് ഹോട്ടായിട്ടുള്ള എന്ത് ചെയ്യും? കോപ്പർ ട്യൂബിൽ കൂടെ പാസ് ചെയ്യും. ആരൊക്കെ? ഈ ഗ്യാസിനെ മൊത്തം. ഓക്കെ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ഈ നൈട്രജൻ്റെ ഓക്സൈഡ് എന്തായിട്ട് മാറും? ഫ്രീ നൈട്രജനായിട്ട് മാറും. ഓക്കെ അല്ലേ? അപ്പോൾ കോപ്പർ വയറിൽ കൂടെ പാസ് ചെയ്യാൻ നേരത്ത് എന്ത് ചെയ്യും എന്നറിയാമോ? ഈ നൈട്രജൻ്റെ ഓക്സൈഡ് മൊത്തം ഫ്രീ നൈട്രജനായിട്ട് മാറും. ഓക്കെ അല്ലേ? നോക്കിയേ, ഓക്സൈഡ് ഓഫ് നൈട്രജൻ പ്ലസ് കോപ്പർ, ആ കോപ്പർ ട്യൂബിൽ കൂടെ പോകുമ്പം ആ കോപ്പറുമായിട്ട് റിയാക്ട് ചെയ്ത് എന്തായിട്ട് മാറും? നൈട്രജനും ഫ്രീ നൈട്രജനും അതുപോലെ തന്നെ കോപ്പർ ഓക്സൈഡുമായിട്ട് മാറും. ഇനി നോക്കിക്കോണം, ഈ കിട്ടിയേക്കുന്ന എല്ലാ ഗ്യാസും ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡും H2O ഒക്കെ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ സൊല്യൂഷനിൽ സൂക്ഷിച്ചു വെക്കും. കെപ്റ്റ് അറ്റ് അല്ലെങ്കിൽ കീപ്പ് അറ്റ് സൊല്യൂഷൻ ഓഫ് KOH. ഓക്കെ അല്ലേ? ആ KOHൽ എന്ത് ചെയ്യും? സൂക്ഷിച്ചു വെക്കാൻ നേരത്ത് ഈ കാർബൺ ഡൈ ഓക്സൈഡും ഈ അതുപോലെ തന്നെ വാട്ടറും ഒക്കെ ഒബ്സർവ് ചെയ്തെടുക്കും? ഈ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ത് ചെയ്യും? ഒബ്സർവ് ചെയ്തെടുക്കും. നോക്കിക്കോണം, KOH സൊല്യൂഷൻ ഒബ്സർവ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ കമ്പഷൻ. ഓക്കെ അല്ലേ? കമ്പഷൻ മൂലം ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെയും വാട്ടറിനെയൊക്കെ ഈ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ത് ചെയ്യും? വലിച്ചെടുക്കും. ഇനി എന്ത് ചെയ്യുമെന്നറിയാമോ? എന്നിട്ട് എന്ത് ചെയ്യും? നമുക്ക് മാത്രം കിട്ടും? നൈട്രജനെ മാത്രം കിട്ടും. ഓക്കെ അല്ലേ? അത് ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ആ നൈട്രജൻ്റെ വോളിയത്തെ എന്ത് ചെയ്യുമെന്നറിയാമോ? STPയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട്
എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നൈട്രജൻ്റെ അളവ് കാണാൻ പറ്റും. ഓക്കെ അല്ലേ. N2 ഈസ് കളക്റ്റഡ് ഇൻ ദ അപ്പർ പാർട്ട് ഓഫ് ദ എന്താണ് ഗ്രാവിറ്റി ട്യൂബ്. ഓക്കെ അല്ലേ. ട്യൂബിൻ്റെ മുകളിൽ ആര് കിടക്കും, ഈ നൈട്രജൻ വന്ന് കിടക്കും. അപ്പോൾ നമുക്ക് നോക്കിയേ പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ കാണുന്നതിൻ്റെ ഇക്വേഷനാണ് 28 × V × 100 ഡിവൈഡ് ബൈ 22,400 × M. ഇവിടെ നോക്കിയാൽ വോളിയം എന്ന് വെച്ച് V എന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയം ഓഫ് N2 അറ്റ് STPയിലുള്ള എന്തായിരിക്കും നൈട്രജൻ്റെ വോളിയമാണ്. ഓക്കെ അല്ലേ. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുന്നറിയാമോ, M എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ മാസ്സാണ്. അങ്ങനെ ഇത് എന്താ ചെയ്യാൻ നേരത്ത് നമുക്ക് എന്ത് കിട്ടും, നൈട്രജൻ്റെ എമൗണ്ട് ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. അപ്പോൾ ഒന്നുകൂടെ ജസ്റ്റ് പറഞ്ഞു തരാം, നോക്കിക്കോണം. ഈ കാർബൺ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഈ കാർബൺ എന്ത് ചെയ്യുമെന്നറിയാമോ, ഓർഗാനിക് കോമ്പൗണ്ട്സിനുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്തുമായിട്ട് ട്രീറ്റ് ചെയ്യും, കോപ്പർ ഓക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യും. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട്സിലുള്ള കാർബണും ഈ കോപ്പർ ഓക്സൈഡും കൂടെ റിയാക്ട് ചെയ്ത് എന്തായിട്ട് ഫോം ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും. പിന്നെ ആ ഓർഗാനിക് കോമ്പൗണ്ട്സിലുള്ള ഹൈഡ്രജനും കോപ്പർ ഓക്സൈഡും കൂടെ നമ്മൾ ആഡ് ചെയ്ത കോപ്പർ ഓക്സൈഡും കൂടെ റിയാക്ട് ചെയ്ത് എന്തായിട്ട് മാറും, വാട്ടറും കോപ്പറുമായിട്ട് മാറും. ഇനി ചില സമയത്ത് നൈട്രജൻ, ആ ഉണ്ടായേക്കുന്ന നൈട്രജൻ ഉണ്ടല്ലോ, നൈട്രജൻ എന്തുമായിട്ട് റിയാക്ട് ചെയ്യും, കോപ്പർ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് ഫ്രീ നൈട്രജനും അതുപോലെ തന്നെ ഓക്സൈഡ് ഓഫ് നൈട്രജനും ഫോം ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഓക്സൈഡ് ഓഫ് നൈട്രജൻ നമുക്ക് ആവശ്യമില്ല. അത് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നൈട്രജൻ മാത്രം മതി, നൈട്രജൻ്റെ കൂടെ ആരും വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ, ഈ ഓക്സൈഡ് ഓഫ് നൈട്രജന് നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ, ഹോട്ട് കോപ്പർ ട്യൂബിൽ കൂടെ നമ്മൾ പാസ് ചെയ്യും. എന്ന് വെച്ചാൽ ഒരു ചുറ്റുപരുത്ത കോപ്പർ ട്യൂബിൽ കൂടെ നമ്മൾ പാസ് ചെയ്യാൻ നേരത്ത് എന്ത് ചെയ്യുമെന്നറിയാമോ, ഈ നൈട്രജൻ, ഈ ഓക്സൈഡ് ഓഫ് നൈട്രജൻ എന്തായിട്ട് മാറും, നൈട്രജനായിട്ട് മാറും. എന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ, ഈ ഉള്ള എല്ലാ ഗ്യാസിനും നമ്മൾ എവിടെ സൂക്ഷിച്ചു വെക്കും, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ സൊല്യൂഷനിൽ സൂക്ഷിച്ചു വെക്കും. ഈ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ത് ചെയ്യുമെന്നറിയാമോ, എല്ലാ ഗ്യാസിനെയും ഒബ്സർവ് ചെയ്യും. ആരൊഴികെ, നൈട്രജനെ ഒഴികെ. നൈട്രജൻ മാത്രം എന്ത് ചെയ്യത്തില്ല, ഒബ്സർവ് ചെയ്യത്തില്ല, ബാക്കിയുള്ള എല്ലാ ഗ്യാസിനെയും ഒബ്സർവ് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നൈട്രജൻ്റെ അളവ് കിട്ടി അല്ലേ. അവിടെ നമ്മൾ എന്ത് ചെയ്യും, പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ കാണും. 28 എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈട്രജൻ്റെ മാസ് നമ്പറാണ് ഇൻറ്റു വി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വോളിയം ഓഫ് നൈട്രജൻ ആൻഡ് STPയിലെ വോളിയമാണ് വി എന്ന് പറയുന്നത്. 100 × 22,400 ഇൻറ്റു M എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മാസ്സാണ്. ഓക്കെ അല്ലേ. ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ മാസ്, നമ്മളെടുത്ത ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ മാസ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ STPയിലെ എന്താണ്, മോളാർ മാസ്സാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നൈട്രജൻ്റെ എസ്റ്റിമേഷൻ തന്നെയാണ് ജെൽനാസ് മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ് വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോവുക, നൈട്രജൻ എസ്റ്റിമേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ അല്ലേ. ഈ നൈട്രജൻ എന്ന് പറയുന്ന എലമെൻറ്റ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ, അതിനെ എന്തെങ്കിലും ആസിഡ് രൂപത്തിലോ ബേസിക് രൂപത്തിലോ ആക്കും. ഓക്കെ അല്ലേ. അതാണ് ഈ ജെൽനാസ് മെത്തേഡിൽ യൂസ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കോ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ട്സ് നമ്മൾ മെഷർ ചെയ്ത് വെക്കും. നമ്മൾ മെഷർ ചെയ്തെടുത്ത് വെച്ചേക്കും. അതെന്ത് ചെയ്യുമെന്നറിയാമോ, H2SO4 ആഡ് ചെയ്തിട്ട് അത് ഹീറ്റ് ചെയ്യും. ഓർഗാനിക് കോമ്പൗണ്ട്സ് എടുത്തു അതെന്ത് ചെയ്യും, H2SO4 ആഡ് ചെയ്യും. എന്നിട്ട് അത് ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യാവുന്ന സമയത്ത് എന്ത് ചെയ്യുമെന്നറിയാമോ, ഈ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്തായിട്ട് മാറും, അമോണിയം സൾഫേറ്റ് ആയിട്ട് മാറും. സ്റ്റെപ്പ് ഓർമ്മയുണ്ടല്ലോ അല്ലേ. ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്താണ്, റിയാക്ട് വിത്ത് H2SO4. ആ സമയത്ത് എന്ത് ചെയ്യും, ഓർഗാനിക് കോമ്പൗണ്ട്സ് കൺവേർട്ട് ടു എന്തായിരിക്കും, അമോണിയം സൾഫേറ്റ്. ഓക്കെ അല്ലേ. ഇനി നോക്കിക്കോണം, ഈ അമോണിയം സൾഫേറ്റിലോട്ട് ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ, കുറച്ച് സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യും. ഈ നമുക്ക് എന്ത് ചെയ്ത് കിട്ടിയേക്കുന്ന എന്താണ്, അമോണിയം സൾഫേറ്റിലോട്ട് ഞാൻ എന്ത് ആഡ് ചെയ്യും, സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യും. സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യാൻ നേരത്തുള്ള ഇക്വേഷൻ നോക്കിയേ. ഈ സോഡിയം ഹൈഡ്രോക്സൈഡും അതുപോലെ തന്നെ അമോണിയം സൾഫേറ്റും കൂടെ റിയാക്ട് ചെയ്തിട്ട്, അമോണിയം സൾഫേറ്റും സോഡിയം ഹൈഡ്രോക്സൈഡും കൂടെ റിയാക്ട് ചെയ്തിട്ട് എന്തൊക്കെയായിട്ട് മാറും, സോഡിയം സൾഫേറ്റും അമോണിയവും H2O കിട്ടി. കണ്ടോ, നമുക്ക് ഈ അമോണിയമാണ് വേണ്ടത്. സോഡിയം സൾഫേറ്റും H2O വേണ്ട, നമുക്ക് എന്ത് കിട്ടി, അമോണിയം ഗ്യാസ് എന്ത് ചെയ്യും, ഇങ്ങനെ ലിബറേറ്റ് ആയിട്ട് മുകളിലോട്ട് വരും.
ആയിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ, ആ കളക്ട് ചെയ്തേക്കുന്ന ആ ലിബറേറ്റ് ആയ അമോണിയ മൊത്തം എന്ത് ചെയ്യും, ഞാൻ കളക്ട് ചെയ്ത് വെക്കും. എനിക്ക് എത്ര കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ, ആ അമോണിയക്ക് കിട്ടിയേക്കുന്ന അമോണിയനെ എന്ത് ചെയ്യുമെന്ന് അറിയാമോ, H2SO4 വീണ്ടും റിയാക്ട് ചെയ്യിപ്പിക്കും. ഓക്കെ അല്ലേ? നോക്കിക്കോണം. ദ ലിബറേറ്റഡ് NH3 ഗ്യാസ് ഈസ് ഒബ്സർവ്ഡ് എക്സസ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് H2SO4. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് അമോണിയ ഉണ്ടായിരുന്നു. ഞാൻ അതെന്തുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കും, H2SO4 റിയാക്ട് ചെയ്യിപ്പിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാ അമോണിയയും എന്ത് ചെയ്യും, H2SO4 റിയാക്ട് ചെയ്യും. അപ്പോൾ ബാക്കി എന്ത് കാണും, കുറച്ച് ബാക്കിയുള്ള ആസിഡ് H2SO4 നമ്മൾ എന്ത് ചെയ്യും, കളക്ട് ചെയ്ത് വെക്കും അല്ലേ. ഇപ്പം എന്താണ്, എൻ്റെ കയ്യിൽ 1000 മോളിക്യൂൾസ് എന്തുണ്ടായിരുന്നു, H2SO4 ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചോ, H2SO4 ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ കുറച്ച് അമോണിയമായിട്ട് അത് റിയാക്ട് ചെയ്യിപ്പിച്ചു. ഓക്കെ അല്ലേ? എനിക്ക് അമോണിയയുടെ അളവ് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്ത് ചെയ്തു, അമോണിയമായിട്ട് ഈ സാധനം റിയാക്ട് ചെയ്യിപ്പിച്ചു. അപ്പോൾ എന്ത് ചെയ്തു, അപ്പോൾ ബാക്കി വരുന്ന സൾഫ്യൂരിക് ആസിഡ് ഉണ്ടല്ലോ, ആസിഡ്, അത് ഞാൻ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ, അത് വീണ്ടും ടൈട്രേഷൻ ചെയ്യിപ്പിക്കും. എന്തുമായിട്ട്, ആൽക്കലിയുമായിട്ട്. സ്റ്റാൻഡേർഡ് ആൽക്കലിയിൽ വെച്ച് എന്ത് ചെയ്യും, ഞാനത് ടൈട്രേറ്റ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം പറഞ്ഞു തരാം, ടൈട്രേറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുമെന്നറിയാമോ, എത്ര ആസിഡ് ബാക്കി വന്നു നമുക്കറിയാൻ പറ്റും. എന്ന് വെച്ചാൽ ബാക്കി വന്ന ആസിഡിൻ്റെ വോളിയം നമുക്ക് കിട്ടും. എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. നോക്കിക്കോ, ഒരു ആസിഡ് എന്ത് ചെയ്യുവാണ്, ആൽക്കലിയുമായിട്ട് റിയാക്ട് ചെയ്യുവാണ്. ആസിഡ് ആൽക്കലിയുമായിട്ട് റിയാക്ട് ചെയ്യുവാണ്. അപ്പോൾ നോക്കിക്കോ, ഞാനിപ്പം എന്ത് ചെയ്തു, കുറച്ച് H2SO4 എടുത്തു അല്ലേ, H2SO4 എടുത്തു അല്ലേ. അതെന്തുമായിട്ട്, NaOH റിയാക്ട് ചെയ്യുവാണ്. NaOH റിയാക്ട് ചെയ്യുന്ന സമയത്ത് Na2SO4 അതുപോലെ തന്നെ വാട്ടറും ഉണ്ടാവും, H2O ഉണ്ടാവും. ഓക്കെ അല്ലേ? H2O ഉണ്ടാവും. എപ്പം ഇവിടെ നോക്കിയേ, ഈ സാധനം എന്താണ്, സാൾട്ടാണ് അല്ലേ. ആസിഡ് പ്ലസ് ബേസ് ഗീവ്സ് എന്തായിരിക്കും, സാൾട്ട് പ്ലസ് വാട്ടറാണ് അല്ലേ. നോക്കിക്കോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാനാണെങ്കിൽ എനിക്ക് ഈ ആസിഡിൻ്റെ വോളിയം ഞാൻ അറിയാൻ പോവുകയാണ് കേട്ടോ. അപ്പം നോക്കിക്കോ, ഒരു സൾഫ്യൂരിക് ആസിഡിൻ്റെ മോളിക്യൂൾസ് റിയാക്ട് ചെയ്യാൻ എത്ര സോഡിയം ഹൈഡ്രോക്സൈഡ് വേണം, 2 സോഡിയം ഹൈഡ്രോക്സൈഡ് മോളിക്യൂൾസ് വേണം അല്ലേ. നോക്കിക്കേ, ഈ ഇക്വേഷൻ ബാലൻസ് ആയില്ലേ. 2 Na2, നോക്കിക്കേ 2 Na2, അതുപോലെ തന്നെ 4 ഹൈഡ്രജൻ അല്ലേ. നോക്കിക്കേ, 2 ഹൈഡ്രജൻ 4 ഹൈഡ്രജൻ. അപ്പോൾ എന്തായി, എല്ലാം ബാലൻസ്ഡ് ആയിട്ടുണ്ട് അല്ലേ. എല്ലാ എലമെൻറ്റ്, സൾഫേറ്റ് ഒരെണ്ണം, നോക്കിയേ സൾഫേറ്റ് S ഒരെണ്ണം, O എത്ര എണ്ണം ഉണ്ട് ഇവിടെ, 4 എണ്ണം ഇവിടെ ഉണ്ട്, 2 എണ്ണം ഇവിടെ ഉണ്ട് അല്ലേ. നോക്കിയേ, 4 എണ്ണം ഇവിടെ, 2 എണ്ണം ഇവിടെ, അപ്പോൾ 6 എണ്ണമായി. അങ്ങനെ എല്ലാം എന്ത് ചെയ്തു, ബാലൻസ് ആയി. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൾഫ്യൂരിക് ആസിഡ് മോളിക്യൂൾസും റിയാക്ട് ചെയ്യാൻ എത്ര എണ്ണം വേണം, 2 അമോണിയം ഹൈഡ്രോക്സൈഡിൻ്റെ മോളിക്യൂൾസ് വേണം. ഓക്കെ അല്ലേ. അപ്പോൾ നോക്കിക്കോ, ഇവിടെ എന്ത് ചെയ്തു, കുറച്ച് H2SO4 ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ. H2SO4 ഉണ്ട്. എനിക്ക് എന്തറിയാൻ വയ്യ, ഈ H2SO4ൻ്റെ അളവ് എനിക്ക് അറിയാൻ വയ്യ. നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, ഈ അമോണിയമായിട്ട് റിയാക്ട് ചെയ്യുക, എന്തുവാ, ഈ അമോണിയമായിട്ട് റിയാക്ട് ചെയ്തേക്കുന്ന H2SO4, ബാലൻസ് വന്നേക്കുന്ന H2SO4 ഞാൻ എന്ത് ചെയ്യും, കളക്ട് ചെയ്തെടുത്ത് വെക്കാൻ പോവുകയാണ്. എന്ത്, ആ ബാലൻസ് വന്നേക്കുന്ന H2SO4ൻ്റെ എന്തറിയാൻ വേണ്ടി, വോളിയം അറിയാൻ വേണ്ടി. ആ എത്ര എമൗണ്ട് എന്തുവാണ് H2SO4 ബാക്കി വന്നിട്ടുണ്ടോ, അപ്പോൾ എനിക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, അതനുസരിച്ച് അമോണിയയുടെ അളവ് കാണാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ, ഇവിടെ H2SO4 എടുത്ത് വെച്ചേക്കുവാണ്, H2SO4 എടുത്ത് വെച്ചേക്കുവാണ്. ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ, മുകളിൽ നിന്ന് എന്താണ് OH എന്തുവാ, NaOH എന്ത് ചെയ്യും, ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ അല്ലേ. ഡ്രോപ്പ് ചെയ്ത് എന്താ, ഇതിനൊരു പിങ്ക് കളറാണെന്ന് വിചാരിച്ചോ. ഞാൻ ഫിനോപ്തലിൻ ആഡ് ചെയ്തപ്പോൾ ഇത് പിങ്ക് കളറായിട്ട് മാറി. അപ്പോൾ നല്ല പിങ്ക് കളറാണ് അല്ലേ. അപ്പോൾ ഈ പിങ്ക് കളർ ആവുന്ന എപ്പോഴാണ്, ഈ പിങ്ക് കളർ മാറുന്ന എപ്പോഴാണ്, ന്യൂട്രൽ ആകുമ്പോൾ എന്ത് ചെയ്യും, ഇതും കൂടെ ന്യൂട്രൽ ആകുമ്പം ഈ പിങ്ക് കളർ പോത്തില്ലേ. അപ്പോൾ ഞാൻ 1 ഡ്രോപ്പ് ആഡ് ചെയ്തു, ന്യൂട്രൽ ആയില്ല, അടുത്ത ഡ്രോപ്പ് ആഡ് ചെയ്തു, അങ്ങനെ ഡ്രോപ്പ് ബൈ എന്ത് ചെയ്യും, NaOH ഇങ്ങനെ വീഴ്ത്തിക്കൊണ്ടേ ഇരിക്കും. അങ്ങനെ ഒരു 100
ഡ്രോപ്പ് NaOH ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തപ്പോഴത്തേക്കും 100 ഡ്രോപ്പ് NaOH ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തപ്പോഴേക്കും എന്തായി? ഇത് ന്യൂട്രലായി അല്ലേ? 100 NaOH ആഡ് ചെയ്തപ്പോഴത്തേക്കും എന്ത് ചെയ്ത്? ഇത് ന്യൂട്രലായി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് എത്ര ഡ്രോപ്പ് H2SO4 ഉണ്ടായിരിക്കും? ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ, ഒരു H2SO4 റിയാക്ട് ചെയ്യാൻ 2 NaOH വേണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയാണെങ്കിൽ 100 NaOH ഉണ്ടല്ലേ, 100 NaOH ഉണ്ട് എങ്കിൽ എത്ര ഡ്രോപ്പ് H2SO4 വേണം? 50 ഡ്രോപ്പ് H2SO4 പോരെ? 50 ഡ്രോപ്പ് H2SO4 മതിയായിരിക്കും അല്ലേ? അത്രയും മതി. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഈ ബാക്കി വന്നേക്കുന്ന H2SO4ൻ്റെ എന്ത് കിട്ടി? അളവ് കിട്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഞാൻ ആദ്യമേ എടുത്ത എത്ര ക്വാണ്ടിറ്റി H2SO4 എടുത്തിട്ടുണ്ടോ അതിൽ നിന്നും ഈ എന്ത് ചെയ്യും? ഈ ബാക്കി വന്ന എനിക്കിപ്പോൾ കിട്ടിയേക്കുന്ന H2SO4ൻ്റെ അളവ് ഞാൻ മൈനസ് ചെയ്യും. അതപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ആദ്യമേ അമോണിയമായിട്ട് റിയാക്ട് ചെയ്തേക്കുന്ന H2SO4ൻ്റെ അളവ് കിട്ടും. അങ്ങനെ എനിക്ക് എന്ത് കിട്ടും? അമോണിയയുടെ പക്കയായിട്ടുള്ള എന്ത് കിട്ടും? മോളിക്യൂൾസിൻ്റെ എണ്ണം കിട്ടും. അതുവഴി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നൈട്രജൻ്റെ അളവ് മെഷർ ചെയ്യാൻ പറ്റും. അതാണ് എന്ത് ചെയ്തേക്കുന്നത് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതെന്താ? പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഈക്വൽ ടു 1.4 ഇൻറ്റു M1 ഇൻറ്റു M ഇൻറ്റു 2 V1 ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ M എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ സൾഫറിൻ്റെ അല്ലേ, ഓർഗാനിക് കോമ്പൗണ്ട്സിൽ സൾഫറും കാണത്തില്ലേ? അപ്പോൾ ഈ സൾഫറിൻ്റെ എന്ത് കാണാൻ പോവാണ്? എസ്റ്റിമേഷൻ ചെയ്യാൻ പോവാണ്. സൾഫറിൻ്റെ കണ്ടൻറ്റ് എത്ര ഉണ്ടെന്ന് നോക്കാൻ പോവാണ്. ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷർ ചെയ്ത എത്ര ഗ്രാം ഉണ്ടെന്ന് മെഷർ ചെയ്ത ഓർഗാനിക് കോമ്പൗണ്ട്സിലോട്ട് ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? സോഡിയം പെറോക്സൈഡ് ആഡ് ചെയ്യും. അല്ലെങ്കിൽ അത് എന്ത് ചെയ്യുന്നറിയാം? നൈട്രിക് ആസിഡിലോട്ട് ആഡ് ചെയ്യും. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് എടുത്തു, അതിലോട്ട് ഞാൻ എന്ത് ചെയ്യും? പെറോക്സൈഡ്, സോഡിയം പെറോക്സൈഡ് ആഡ് ചെയ്യും. അല്ല എങ്കിൽ നൈട്രിക് ആസിഡ് ആയാലും മതി. നൈട്രിക് ആസിഡോ അല്ലെങ്കിൽ എന്ത് ചെയ്യും? സോഡിയം പെറോക്സൈഡോ ആഡ് ചെയ്യും. എന്നിട്ടത് ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുമെന്നറിയാമോ? ആ ഓർഗാനിക് കോമ്പൗണ്ട്സിലുള്ള സൾഫർ മൊത്തം എന്തായിട്ട് മാറും? സൾഫ്യൂരിക് ആസിഡായിട്ട് മാറും. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട്സിലുള്ള ഞാനാണെങ്കിൽ ഈ സോഡിയം പെറോക്സൈഡ് ഓർഗാനിക് കോമ്പൗണ്ട്സിലോട്ട് ആഡ് ചെയ്ത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഓർഗാനിക് കോമ്പൗണ്ട്സിലുള്ള എല്ലാ സൾഫറും എന്തായിട്ട് മാറും? ഓക്സിഡൈസ്ഡ് ചെയ്ത് H2SO4 ആയിട്ട് മാറും. ഇനി എന്ത് ചെയ്യുമെന്നറിയാമോ? ഞാനാണെങ്കിൽ അതിലോട്ട് ഈ H2SO4 ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യും. ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ഫോം ചെയ്യും? ബേരിയം സൾഫേറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. സ്റ്റെപ്പ് നോക്കിക്കോ. ഫസ്റ്റ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എടുത്തു, അതിലോട്ട് ഞാൻ എന്ത് ചെയ്തു? സോഡിയം പെറോക്സൈഡ് അല്ലെങ്കിൽ നൈട്രിക് ആസിഡ് ആഡ് ചെയ്തു. എന്നിട്ട് ഹീറ്റ് ചെയ്തു. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഉള്ള സൾഫർ മൊത്തം എന്ത് ചെയ്യും? H2SO4 ആയിട്ട് മാറും. ഈ H2SO4ലോട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ബേരിയം ക്ലോറൈഡ് ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യും. ആഡ് ചെയ്യുന്ന സമയത്ത് എല്ലാം എന്തായിട്ട് മാറും? ബേരിയം സൾഫേറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ബേരിയം സൾഫേറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഈ ബേരിയം സൾഫേറ്റ് എന്ത് ചെയ്യുന്നറിയാമോ? ഫിൽറ്റർ ചെയ്ത് വാഷ് ചെയ്ത് ആദ്യമേ ഫിൽറ്റർ ചെയ്യും. അത് വാഷ് ചെയ്ത് ഉണക്കിയിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? അതിൻ്റെ വെയിറ്റ് തൂക്കും. ഓക്കെ അല്ലേ? വെയിറ്റ് തൂക്കാൻ നേരത്ത് എന്നിട്ട് വെയിറ്റ് തൂക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഈ ബേരിയം സൾഫേറ്റിൽ നിന്നും എനിക്ക് എന്ത് കാണാൻ പറ്റും? എന്ത് സൾഫറിൻ്റെ മാസ് കാണാൻ പറ്റും, അല്ലെങ്കിൽ പെർസെൻറ്റേജ് കാണാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കിക്കോ, ആ ഇക്വേഷൻ എന്താ? പെർസെൻറ്റേജ് ഓഫ് സൾഫർ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫ്രം ദ മാസ് ഓഫ് ബേരിയം സൾഫേറ്റ്. പെർസെൻറ്റേജ് ഓഫ് സൾഫർ ഈസ് ഈക്വൽ ടു എന്താണ്? 32 എന്താ? സൾഫറിൻ്റെ മാസ് നമ്പറാണ്. ഇൻറ്റു M1 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 233 ഇൻറ്റു M. ഇവിടെ M1 എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് ഓഫ് ബേരിയം സൾഫേറ്റ് ആണ്. M എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ അല്ലേ? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേരിയം സൾഫേറ്റിൻ്റെ മോളിക്കുലാർ മാസാണ്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി നമ്മൾ നോക്കാൻ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലജൻ കോമ്പൗണ്ട്സിൻ്റെ എസ്റ്റിമേഷനാണ്. അതെന്താ പറയുക? ക്യൂരിയസ് മെത്തേഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. എന്ത് ചെയ്യുന്നറിയാമോ? ഓർഗാനിക് കോമ്പൗണ്ട്സ് മെഷർ ചെയ്ത് എത്ര ഗ്രാം ഉണ്ടെന്ന് നോക്കും. ആ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ത് ചെയ്യുന്നറിയാമോ? ഹീറ്റ് വിത്ത് നൈട്രിക് ആസിഡ്. ഓക്കെ അല്ലേ? ഇൻ ദ പ്രസൻസ് ഓഫ് സിൽവർ നൈട്രേറ്റ്. സിൽവർ നൈട്രേറ്റിൻ്റെ പ്രസൻസിൽ ഞാൻ എന്ത് ചെയ്യും? നൈട്രിക് ആസിഡുമായിട്ട് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഉള്ള കാർബണും
എന്ത് ചെയ്യും, ഉള്ള കാർബൺ മൊത്തവും കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറും. ഉള്ള ഹൈഡ്രജൻ മൊത്തം കാർബൺ ഓർഗാനിക് കോമ്പൗണ്ട്സിനകത്ത് കാർബൺ ഹൈഡ്രജൻ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ കാർബൺ എന്ത് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറും. ഹൈഡ്രജൻ എന്ത് ചെയ്യും, വാട്ടറായിട്ട് മാറും. ഓക്കെ അല്ലേ. ബാക്കിയുള്ള എന്തായിരിക്കും, ഹാലജൻ കോമ്പൗണ്ട്സ് അല്ലേ. ഹാലജൻ ഏതൊക്കെയാണ് ഉള്ളത്, ഹാലജൻ എക്സ് എന്ന് വെച്ച് ഇനി ഹാലജൻ കോമ്പൗണ്ട്സ് ഉണ്ടല്ലേ. ഏതൊക്കെയാണ് ഹാലജൻ, ആരൊക്കെയാണ് വരുന്നത് നോക്കിയേ. ക്ലോറിൻ വരും, ബ്രോമിൻ വരും, അയഡിൻ വരും അല്ലേ. ബ്രോമിൻ വരും, ക്ലോറിൻ വരും, അയഡിൻ വരും. ഇനി അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ, ഈ സിൽവറുമായിട്ട് എന്ത് ചെയ്യും, സിൽവർ അയോൺസും ഈ ഹാലജൻ അയോൺസും കൂടെ ചേർന്ന് എന്തുവാ Cl- എന്തായിരിക്കും, സിൽവർ എന്തായിരിക്കും നോക്കിയേ, സിൽവർ ക്ലോറൈഡ് ഫോം ചെയ്യും അല്ലേ. ക്ലോറിൻ ആണെങ്കിൽ നേരെ മറിച്ച് Br ആണെങ്കിലോ, Br അയോൺസും Ag+ അയോൺസും ചേർന്ന് എന്തായിട്ട് മാറും, AgBr ആയിട്ട് മാറും അല്ലേ. അതുപോലെ എന്ത് ചെയ്യും, ഇനി അയഡിൻ ആണെങ്കിലോ, അതും Ag+ അയോൺസും ചേർന്ന് എന്തായിട്ട് മാറും, സിൽവർ അയഡൈഡ് ആയിട്ട് മാറും. അത് എന്ത് ചെയ്യുന്നറിയാമോ, ഈ ഹാലജൻ പ്രസൻ്റ് ആയിട്ടുള്ള സിൽവർ ഹാലൈഡ്സ് ഉണ്ടല്ലോ, ഈ സിൽവർ ഹാലൈഡ്സ് ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ, ഫിൽട്ടർ ചെയ്തെടുക്കും അല്ലേ. അപ്പം ഓരോത്തിനും ഓരോ കളറായിരിക്കും, അത് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. ക്ലോറിൻ ആണെങ്കിൽ എന്തായിരിക്കും, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും അല്ലേ, അത് നമ്മൾ ബ്രോമിൻ ആണെങ്കിലോ നമ്മൾ പ്രത്യേകം പഠിച്ചിട്ടുണ്ടായിരുന്നു, എന്ത്, ഈ പ്രസൻസ് ഓഫ് ഹാലജൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ അടയാളം വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ഈ സിൽവർ ഹാലൈഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യും. ക്ലോറിൻ ആണോ ബ്രോമിൻ ആണോ അയഡിനാണോ നമ്മൾ എന്ത് ചെയ്യും, ഐഡൻറ്റിഫൈ ചെയ്യും. അത് ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ, ഈ സിൽവർ ഹാലൈഡ്സ് ഞാൻ എന്ത് ചെയ്യും, ഫിൽട്ടർ ചെയ്യും. അതെന്ത് ചെയ്യും, എന്നിട്ട് വാഷ് ചെയ്യും. എന്നിട്ട് അത് ഉണക്കിയിട്ട് വെയിറ്റ് ചെയ്യും. ഓക്കെ, ഡ്രൈഡ് ആൻഡ് വെയിറ്റ് എന്ത് ചെയ്യും, മെഷർ ചെയ്യും. എന്നിട്ട് അത് വെച്ച് ഞാൻ എന്ത് ചെയ്യും, ഹാലജൻ കോമ്പൗണ്ട്സിൻ്റെ എമൗണ്ട് മെഷർ ചെയ്യാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് ഹാലജൻ ഈസ് ഈക്വൽ ടു അറ്റോമിക് മാസ് നമ്പർ ഓഫ് എക്സ് അല്ലേ. എക്സ് എന്ന് വെച്ചാൽ ക്ലോറിൻ ആണെങ്കിൽ ക്ലോറിൻ, ബ്രോമിൻ ആണെങ്കിൽ ബ്രോമിൻ, അയഡിൻ ആണെങ്കിൽ അയഡിൻ ഇൻറ്റു M1G. ഓക്കെ അല്ലേ. M1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നോക്കിയേ, മാസ് ഓഫ് സിൽവർ ഹാലൈഡ്സ് ആണ്. ഉള്ള സിൽവർ ഹാലൈഡ്സിൻ്റെ മാസാണ് M1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് സിൽവർ ഹാലൈഡ്സിൻ്റെ മോളിക്കുലർ മാസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, പക്കയായിട്ടുള്ള ഹാലൈഡ്സിൻ്റെ ഏത് ഹാലൈഡ്സ് ആണോ പ്രസൻ്റ് ആയിട്ടുള്ളത് നമുക്ക് അതിൻ്റെ പെർസെൻറ്റേജ് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടെ നോക്കിയോ, ഇത്രയേ ഉള്ളൂ. ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്തുമായിട്ട് ട്രീറ്റ് ചെയ്യും, നൈട്രിക് ആസിഡ് ഇൻ ദ പ്രസൻസ് ഓഫ് സിൽവർ നൈട്രേറ്റിൽ ഹീറ്റ് ചെയ്യാൻ നേരത്ത് നാം എന്ത് ചെയ്യും, ഉള്ള കാർബൺ എന്തായിട്ട് മാറും, കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറും, ഹൈഡ്രജൻ വാട്ടറായിട്ട് മാറും. അപ്പോൾ ബാക്കി എനിക്ക് എന്ത് കിട്ടും, സിൽവർ ഹാലൈഡ്സ് കിട്ടും. ആ സിൽവർ ഹാലൈഡ്സ് ഞാൻ എന്ത് ചെയ്യും, ഫിൽട്ടർ ചെയ്ത് വാഷ് ചെയ്ത് ഉണക്കി വെയിറ്റ് ചെയ്യും. ആ വെയിറ്റ് അനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും, ഹാലജൻസിൻ്റെ പെർസെൻറ്റേജ് എത്ര ഹാലജൻ പ്രസൻ്റ് ആണോ നമുക്ക് കിട്ടും. അത് അറ്റോമിക് മാസ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ ഹാലജൻ ഇൻറ്റു M1 ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് സിൽവർ ഹാലൈഡ്സ്. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ഈ 12th ചാപ്റ്റർ മൊത്തം തീർന്നിരിക്കുകയാണ്. ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്ക്. ആ ചാപ്റ്റർ ഫുള്ള് തീർന്നു. ഇതിൻ്റെ അകത്ത് നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ IUPAC നെയിമിങ് അത് എങ്ങനെയാണെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ. ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെയും അതുപോലെ തന്നെ ബെൻസീൻ്റെയും സ്ട്രക്ചറലും എല്ലാത്തിൻ്റെയും IUPAC നെയിമും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്ട്രക്ചർ തന്നാൽ എന്ത് ചെയ്യണം, ബോണ്ട് ലൈൻ സ്ട്രക്ചർ വരക്കാൻ പഠിക്കണം. ബോണ്ട് ലൈൻ തന്നു കഴിഞ്ഞാൽ സ്ട്രക്ചർ വരക്കാൻ പഠിക്കണം. അങ്ങനെ ആ IUPAC നെയിം പക്കയായിട്ട് പഠിച്ചു വെക്കണം. എന്താണെങ്കിലും ഒരു 4 മാർക്കിനെങ്കിലും ചുരുങ്ങിയത് ആ IUPAC നെയിം കാണും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഫക്റ്റാണ് അല്ലേ. റെസണൻസ് എഫക്റ്റ് ഉണ്ട് അല്ലേ, ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റ്, ഒരു 4 എഫക്റ്റ് പറയുന്നുണ്ട്. ആ എഫക്റ്റ് പക്കയായിട്ട് പഠിച്ചേക്കണം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്യൂരിഫിക്കേഷൻ മെത്തേഡാണ്. പ്യൂരിഫിക്കേഷൻ മെത്തേഡ് നിങ്ങൾ ചുമ്മാ ജസ്റ്റ് ഫുൾ തിയറിയാണ്, അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചേക്കണം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണ്, പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. ഈ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഡൂമാസ് പ്രോസസ്സും അതുപോലെ തന്നെ ജെൽദാസ് പ്രോസസ്സും വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. അത് നിങ്ങൾ പഠിച്ചുകൊണ്ടേ എക്സാമിന് പോവുകയും ചെയ്യാവുള്ളൂ. ഓക്കെ അല്ലേ. എല്ലാ എക്സാമിനും അത് ചോദിക്കുന്നതാണ്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.